നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് ഇവിടെ നമ്മുടെ നാരങ്ങ ചോറാണിത്. നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ ചോറ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ്. നമ്മൾ ലെമൺ റൈസ് എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ നമ്മുടെ രീതിയിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് ഈ വിഭവത്തിലേക്ക് കിടക്കാം. ഇത് ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, അതുപോലെ നമ്മുടെ ചോറ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്, കടുക്, കൊല്ലമുളക്, കുറച്ച് ഉഴുന്നും പരിപ്പ്, സബോള ഒരു അരമുറി അരിഞ്ഞ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, അതുപോലെ തക്കാളി ഒരു അരമുറി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്, അതുപോലെ നാടൻ പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 3 ചന്തമുളക് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിലേക്ക് ഉഴുന്നും പരിപ്പും കടുകും ഇടാം. അത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലമുളക് ഇടാം. നമുക്ക് ഇതിലേക്ക് കൊല്ലമുളക് ഇടാം. കൊല്ലമുളക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമുക്ക് മുളകും കടുകും ഉഴുന്നും പരിപ്പും ഒക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം നന്നായിട്ട് നമുക്ക് ഇളക്കി ഒരു ബ്രൗൺ കളറ് ആവുന്നവരെ, നമുക്ക് ഉള്ളിയൊക്കെ ബ്രൗൺ കളറ് ആവുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിടാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. അധികം വേണ്ട, ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം നമുക്ക്. എന്തായാലും എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം. അത് നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, നമുക്ക് അധികം വേണ്ട, നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിടാം. ഇതിലേക്ക് അതൊന്ന് ഇളക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചോറിടാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചോറിടാം. നമുക്ക് ചോറിടാം. ഞാൻ ഒരു 4-5 കയ്യിൽ, 5-6 കയ്യിലൊക്കെ ഞാൻ ഇടുന്നുണ്ട് ചോറ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ എടുക്കണം. ഇപ്പം നമുക്കിവിടെ കുറച്ച് മതി, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചോറിടുന്നത്. അധികം ചോറിടാത്ത നമ്മൾ. എന്തായാലും നമ്മൾ ചോറിട്ട് കഴിഞ്ഞു. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. കാരണം ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം കൂടി ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് ഇനിയും ഇതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. നമുക്ക് നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കാം. നമുക്കൊരു മുറി മതി, അധികം പുളി വേണ്ട നമുക്ക്. അതുകൊണ്ടാണ് നമുക്കൊരു മുറി മതി എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്നുകൂടി അതൊന്ന് ഇളക്കാം. നാരങ്ങയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് യോജിച്ച് നല്ല രീതിയിലായി. ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാർന്ന് ഇതൊക്കെ റെഡിയാവട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ലെമൺ റൈസ് നമുക്ക് കഴിക്കാം. അത് നമ്മൾ നാരങ്ങ ചോറെന്നൊക്കെ പറയും. നമുക്കത് കഴിക്കാം. ഇത് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. നമ്മളിൻ്റെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയതാണിത്. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ നൽകണം ഈ വിഭവത്തിന്. എന്തായാലും നമ്മുടെ ലെമൺ റൈസ്, അതായത് നാരങ്ങ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇനി നമുക്ക് കരിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയൊക്കെ നമുക്കിടാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് കരിവേപ്പിലയും മല്ലിയിലയൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിടാം. എന്തായാലും അപ്പോൾ ഇങ്ങനെയുള്ള ലെമൺ റൈസ്, അതുപോലെ തന്നെ നാരങ്ങ ചോറ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റുള്ളതാണ്.
എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.